ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ക്ലാസ് 29, പേജ് നമ്പർ 24. വുളുവിൻ്റെ സുന്നത്തുകളിൽ 24-ാമത്തെ സുന്നത്താണ് നമ്മൾ ഇനി പറയുന്നത്. ഇരുപത്തിനാലാമത്തെ സുന്നത്തിൻ്റെ മുമ്പ് 23-ൻ്റെ അല്പം പറയാനുണ്ട്. യജിബുൽ വിലാഉ, തുടർച്ച പാലിക്കൽ നിർബന്ധമാണ്. ലി ദായിമിൽ ഹദസി, നിത്യശുദ്ധിക്കാരനായ വ്യക്തിക്ക്. വലിമൻ, ഒരാൾക്കും. ലാക്ക അലൈഹിൽ വക്കത്തു, അവൻ്റെ മേൽ സമയം കുടുസായിരിക്കുന്നു, അങ്ങനെയുള്ള ആൾക്കും വിലാ നിർബന്ധമാണ്, തുടർച്ച പാലിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഒരാളിങ്ങനെ മൂത്രവാർച്ചക്കാരനാണ്, അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉള്ള പെണ്ണാണ്, അങ്ങനെയുള്ളവരൊക്കെ ഈ ഒതുവിൽ ഒരവയവം കഴുകി ഉടനെ തന്നെ മറ്റവയവം കഴുകണം, അത് നിർബന്ധമാണ്. അതുപോലെ സമയം കുടുസാണ്. അങ്ങനെ ഒതുവിൽ സമയദൈർഘ്യം അവന് പറ്റൂല. കാരണം അവൻ പെട്ടെന്ന് ഒതു ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം വക്കത്തിൻ്റെ ഉള്ളിൽ കിട്ടുള്ളൂ, സമയത്തിൻ്റെ ഉള്ളിലാവുള്ളൂ. അങ്ങനെയുള്ള ആളാണെങ്കിൽ അവനും വിലാഹ് പാലിക്കൽ, തുടർച്ച പാലിക്കൽ നിർബന്ധമാണ്. 24-ാമത്തെ സുന്നത്ത് അത്തസ്ലീസു, 3 പ്രാവശ്യം ചെയ്യുക എന്നതാണ്. യുസന്നു തസ്ലീസു, 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്താണ്. ഫീ കുല്ലിം മിനൽ ഗസ്ലി വൽ മസ്ഹി, കഴുകല്, തടകല്, വദ്ദൽക്കി, തേച്ച് കഴുകല്, വത്തഹ്ലീലി, എടകോർക്കല്, വസിവാക്കി, പല്ല് തേക്കല്, വദിക്കിരി, ദിക്റ് ചൊല്ലല്. ഏത് ദിക്റ്? ഔവലഹു, ഒതുവിൻ്റെ ആരംഭത്തിലും, വ അസ്നാഅഹു, ഇടയിലും, വ ആഖിറഹു, അവസാനത്തിലും ഈ പറയുന്ന ദിക്റ് ചൊല്ലല്. ഇതൊക്കെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 3 പ്രാവശ്യം ചെയ്യൽ സുന്നത്താണ്. കഴുകൽ 3 പ്രാവശ്യം, തടകൽ 3 പ്രാവശ്യം, തേക്കൽ 3 പ്രാവശ്യം, എടകോർക്കൽ 3 പ്രാവശ്യം, പല്ല് തേക്കൽ 3 പ്രാവശ്യം, ദിക്റ് 3 പ്രാവശ്യം. വയഹ്സുലു ബി ഗംസിൽ ഉദുവി ഫിൽമായി, വയഹ്സുലു, ഈ 3 പ്രാവശ്യം എന്നുള്ളത് നമുക്ക് ലഭ്യമാകുന്നതാണ്, കരസ്ഥമാകുന്നതാണ്. ബി ഗംസിൽ ഉദുവി, അവയവത്തെ മുക്കിയാൽ, ഫിൽമായി, വെള്ളത്തിൽ അവയവത്തെ മുക്കി. അവയവത്തെ വെള്ളത്തിൽ മുക്കൽ കൊണ്ട് 3 പ്രാവശ്യം കിട്ടും. ഇതാ ഹറക്കഹു മറത്തൈനി, വെള്ളത്തെ അവയവത്തിലേക്ക് അവയവത്തെ വെള്ളത്തിൽ മുക്കിയിട്ട് അത് 2 പ്രാവശ്യം ഒന്നങ്ങോട്ട് അനക്കിയാൽ 3 പ്രാവശ്യം ചെയ്തതിൻ്റെ കൂലി കിട്ടും. വെള്ളത്തിലേക്ക് അവയവം പ്രവേശിപ്പിക്കൽ, അത് 1 വട്ടം. 1 അനക്കൽ, അപ്പോൾ 2 വട്ടം. ഒന്നും കൂടി അനക്കൽ, അപ്പോൾ 3 വട്ടം എന്ന്. അപ്പോൾ 3 വട്ടം ചെയ്തു എന്ന് വരാൻ കാല് അല്ലെങ്കിൽ കയ്യ് വെള്ളത്തിലേക്ക് പ്രവേശിപ്പിച്ച് 2 വട്ടം അനക്കിയാൽ മതി. വലാ യുജ്സിഉ, മതിയാവുകയില്ല. തസ്ലീസ് ഉദുവിൻ, ഒരു അവയവത്തെ 3 പ്രാവശ്യം ചെയ്യൽ എന്നുള്ളത് മതിയാവുകയില്ല. ഖബല തമാമി വാജിബി ഗസ്ലിഹി, അതിൻ്റെ നിർബന്ധ കഴുകൽ പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ്. നിർബന്ധ കഴുകൽ പൂർത്തിയായി, അതിനുശേഷം പിന്നെ 2ഉം 3ഉം പരിഗണിക്കുള്ളൂ. അതേ സമയത്ത് കൈ കഴുകിയപ്പോൾ, ഒരു ഉദാഹരണം പറയാം, കൈ കഴുകിയപ്പോൾ കയ്യിൻ്റെ മുട്ടുൾപ്പെടെ കഴുകി പോകണമല്ലോ. അപ്പോൾ കുറച്ച് ഭാഗം കഴുകിയിട്ടുണ്ടായില്ല, അവിടെ വെള്ളം എത്തിയിട്ടില്ല എങ്കിൽ ഇവൻ അടുത്ത പ്രാവശ്യം 2ാം വട്ടം കഴുകുമ്പോൾ അവിടെ വെള്ളം എത്തിയാൽ ആ വെള്ളം എത്തിക്കഴിയുമ്പോൾ നമ്മൾ 1 വട്ടം എന്ന് കണക്കാക്കും. അതിന് ശേഷം 2 പ്രാവശ്യം ചെയ്താലേ 3 പ്രാവശ്യം എന്നത് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് നിയമം. വല ബഅദ തമാമിൽ വുദൂഇ, വുദൂഇൻ്റെ പൂർത്തീകരണത്തിൻ്റെ ശേഷവും 3 വട്ടം എന്നത് മതിയാവുകയില്ല. എന്ന് പറഞ്ഞാൽ വുദൂഒക്കെ പൂർത്തിയായി കഴിഞ്ഞു, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതോ ഒരവയവം അവൻ നേരത്തെ 3 വട്ടം ചെയ്തില്ല, ഇനി ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുക, അതുകൊണ്ട് കാര്യമില്ല. വുദൂആണ് പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ അപ്പം ഇവൻ പിന്നെ ചിന്തിച്ചു, ഈ വലത്തെ കൈ ഞാൻ നേരത്തെ 1 വട്ടമാണല്ലോ കഴുകിയോളൂ, 3 വട്ടം ചെയ്തില്ലല്ലോ. വുദൂ പൂർത്തിയായതിനു ശേഷം പിന്നെ ആ കൈയുണ്ട് 2 വട്ടം കൂടി കഴുകി, അതുകൊണ്ട് കാര്യമില്ല. 25-ാമത്തെ സുന്നത്ത് അൽ ഇഖ്തിസാറു അലൽ വാജിബി, വാജിബിൻ്റെ മേൽ ചുരുക്കൽ സുന്നത്താണ്. ലി ഇദ്റാക്കി ജമാഅത്ത് നേടാൻ വേണ്ടി.
ഇവിടെ ഒരു പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നുണ്ട്, ഒരു ഉദാഹരണം പറയാം. ജമാഅത്ത് നടക്കുന്നുണ്ട്. ആ ജമാഅത്ത് നേടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇമാമിൻ്റെ സലാം വീട്ടലിൻ്റെ മുമ്പ് ചെന്ന് ഇവൻ അള്ളാഹു അക്ബർ എന്ന തക്ബീർ ഇവൻ ചെല്ലണം. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് ഇതിൽ വരുന്നുണ്ട്. ജമാഅത്ത് നമുക്ക് കിട്ടുന്ന കറക്റ്റ് രൂപം. ഇമാമ് സലാം വീട്ടുന്നതിൻ്റെ ഒന്നാമത്തെ സലാം വീട്ടി തീരുന്നതിൻ്റെ മുമ്പ് ഇവൻ പോയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. ഇതാണ് നിയമം. ആ വിഷയത്തിന് വേണ്ടിയിട്ട് ഇവൻ വാജിബിൽ മാത്രം ചെയ്ത് ഒതു ചെയ്യണം. ഒതുവിൻ്റെ വാജിബുകൾ മാത്രം എടുക്കണം. അങ്ങനെ ചെയ്ത് സുന്നത്താണ്. കാരണം ഇവൻ വാജിബല്ലാതെ ഒതുവിൻ്റെ എല്ലാ സുന്നത്തും എടുത്തുകൊണ്ടിരുന്നാൽ അവിടെ നടക്കുന്ന ജമാഅത്ത് നമുക്ക് കിട്ടൂല. അപ്പം അത് നഷ്ടമായി പോവും. ജമാഅത്ത് എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ. അപ്പോൾ അത് നഷ്ടമായി പോവും. അതില്ലാതിരിക്കാൻ ഇവൻ എന്ത് ചെയ്യണം? വാജിബിന്മേൽ ചുരുക്കണം. സുന്നത്താണ്. യജിബു, വാജിബിന്മേൽ ചുരുക്കൽ നിർബന്ധമാണ്. ലീഖി വഖത്തിൻ, സമയം കുടുസായതിൻ്റെ പേരിൽ. സമയം വളരെ കുടുസാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാജിബായ ഒളു ഉണ്ടാക്കിയിട്ട് നിസ്കരിക്കാനേ സമയമുള്ളൂ. എന്നാൽ പിന്നെ വാജിബ് മാത്രം എടുക്കൽ, നിർബന്ധം മാത്രം ചെയ്യുക ഒളുവിൻ്റെ. ഔ കില്ലത്തിമായിൻ, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞതിൻ്റെ പേരിൽ. കുറച്ച് വെള്ളമുള്ളൂ, സുന്നത്തൊക്കെ എടുത്ത് ഒളു ചെയ്താൽ വെള്ളം തികയുകയില്ല. അവ്യഹ്തിയാജിൻ ഇലൈഹി, അല്ലെങ്കിൽ വെള്ളം ആവശ്യമുള്ളതാണ്. ലി ആതിശി മുഹ്തറമിൻ, ഒരു ഹുർമത്ത് കൽപ്പിക്കപ്പെടുന്ന, ഒരു ബഹുമതി കൽപ്പിക്കപ്പെടുന്ന ഒരു ജീവിയുടെ ദാഹത്തിന് വെള്ളം ആവശ്യമാണ്. ഇവിടെ ഒരു ജീവിയുണ്ട്, ഒരു മുഹ്തറമായ ജീവി. ആ ജീവിയുടെ ദാഹം തീർക്കാൻ വെള്ളം വേണം. അപ്പം അതിനെന്ത് വേണം? ഇവിടെ വെള്ളം കുറച്ച് ബാക്കി വയ്ക്കണം. അതിന് ഒളു നിർബന്ധം മാത്രം എടുക്കുക, ഒളുവിൻ്റെ സുന്നത്തൊക്കെ കണ്ട് ഒഴിവാക്കുക. ഇത് നിർബന്ധമുള്ള കാര്യമാണിത്. ഇത് നിർബന്ധമാണ് അങ്ങനെ ചെയ്യൽ. മാ യുസന്നു തർക്കുഹാബിൽ ഉളൂയി, ഉളൂവിൽ ഒഴിവാക്കൽ സുന്നത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉളൂവിൽ ഒഴിവാക്കേണ്ടതാണ്. ഇനി വരാൻ പോണ കാര്യങ്ങൾ. അതാണ് നമ്മളിനി പറയണത്. 26ാമത്തെ സുന്നത്ത്, അൽ വുളൂഉ ഫി മഹല്ലി റശാശി, തെറിക്കുന്ന സ്ഥലത്ത് വുളൂ ചെയ്യൽ ഒഴിവാക്കുക. അത് സുന്നത്താണ്. തെറിക്കുന്ന സ്ഥലത്ത് വുളൂ ചെയ്യൽ ഒഴിവാക്കുക, അവിടെ വുളൂ ഉണ്ടാക്കാതിരിക്കൽ സുന്നത്താണ്. നഖ്സു മാഇൽ വുളൂഇ അൻ മുദ്ദിൻ, വുളുവിൻ്റെ വെള്ളം ഒരു മുദ്ദിനേക്കാൾ കുറയൽ. ഒരു മുദ്ദിനേക്കാൾ വുളുവിൻ്റെ വെള്ളം കുറയൽ. വെള്ളം ഉപയോഗിക്കുന്നിടത്ത് ഒരു അമിത ശൈലിയുള്ള മലയാളികളായ നമുക്ക് അത് ചിലപ്പോൾ കൗതുകം തോന്നും. ഒരു മുദ്ദിനേക്കാൾ താഴെ വുളുവിൻ്റെ വെള്ളം ചുരുങ്ങൽ എന്നുള്ളത് ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ ചുരുക്കാതിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു മുദ്ദെങ്കിലും വേണം വുളുവിൻ്റെ വെള്ളം. നമ്മളിങ്ങനെ ചിന്തിക്കും, ഒരു മുദ്ദ് കൊണ്ട് എങ്ങനെയാണ് വുളു ചെയ്യുക എന്ന്. ഒരു മുദ്ദ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലിറ്റർ കണക്കിന് പറയുമ്പോൾ 800 മില്ലി ലിറ്ററാണ്. അപ്പോൾ വുളു എന്ന് പറയുന്നത് വെള്ളത്തെ വളരെ മിതമായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ അത് നടക്കും. ഒരു മുദ്ദെങ്കിലും വുളുവിൻ്റെ വെള്ളം വേണം. അതിനേക്കാൾ ചുരുങ്ങാതിരിക്കൽ സുന്നത്താണ്. 28ാമത്തത് അൽ ഇസ്തിആനത്തു ബിലാ ഉദരിൻ, കാരണമില്ലാതെ മറ്റുള്ളവരുടെ സഹായം തേടുക. വുളു ചെയ്യുന്ന വിഷയത്തിൽ വെള്ളം ഒഴിച്ച് തരാൻ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഒരു കിണ്ടിയിൽ കലത്തിൽ വെള്ളം വേറൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറയുക. നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ട് വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക എന്ന് പറയുക. അതൊക്കെ കാരണമില്ലാതെ അതൊക്കെ ചെയ്യൽ, ആ സഹായം തേടലൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നാണ്. അൽ ഇസ്റാഫു ഫിൽ മാഇ 29, വെള്ളത്തിലെ അമിത ഉപയോഗം ഒഴിവാക്കൽ. ഉണ്ടോ? വെള്ളത്തിലെ അമിത ഉപയോഗം അത് ഒഴിവാക്കേണ്ടതാണ്. അത് സുന്നത്താണ്. ഒഴിവാക്കൽ സുന്നത്താണ്. ഇസ്റാഫ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹു അമിതം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. എല്ലാ വിഷയത്തിലെയും അമിതം, എല്ലാ വിഷയത്തിലും അമിതം അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങളിൽ നമുക്ക് കാണാം, 3 മേലെ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല വുളൂ ചെയ്യുമ്പോൾ. 3 പ്രാവശ്യത്തിനേക്കാൾ കൂടുതൽ കഴുകേണ്ടതില്ല, ഉപയോഗിക്കേണ്ടതില്ല. അവിടെ പറഞ്ഞത് കാണാം, ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന പുഴയിൽ നിന്ന് വുളൂ ചെയ്താലും. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയാണ്, അവിടുന്ന് വുളൂ എടുക്കുക. അവിടുന്ന് വുളൂ ചെയ്താൽ ഇപ്പോൾ എന്താ അത്ര അതിന് ഇവിടെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം അവിടെ ഇല്ലല്ലോ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അമിത ഉപയോഗം ഒരിക്കലും നല്ലതല്ല. വെള്ളം മിതമായി ഉപയോഗിച്ച് പഠിക്കണം, അത് വളരെ ആവശ്യമാണ്. അത്തക്കല്ലുമു ബിലാ ഉദിരിൻ 30ാമത്തത്, കാരണമില്ലാതെ സംസാരം ഒഴിവാക്കണം, സുന്നത്താണ്. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മാത്രം ഒതുവിൻ്റെ ഇടയിൽ സംസാരിച്ചാൽ മതി. 31ാമത്തത് ലത്തുമു വജിഹിഹി ബിൽ മായി. നമ്മളിപ്പോൾ കിതാബിൻ്റെ 25ാമത്തെ പേജിലേക്ക് എത്തിയിട്ടുണ്ട്. മുഖത്തേക്ക് വെള്ളം ഇങ്ങനെ അടിക്കുക. നമ്മൾ മുഖം കഴുകാൻ നേരത്ത് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുക വെള്ളം ഉപയോഗിച്ച്. അത് ഒഴിവാക്കേണ്ടതാണ്, അങ്ങനെ ചെയ്യരുത്. അന്നഹുലു ബിലാ ഉദിരിൻ, കാരണമില്ലാതെ കൊടയൽ ഒഴിവാക്കണം. അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ കയ്യേൽ അല്പം വെള്ളമൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ല, അപ്പോൾ അതിങ്ങനെ കുടഞ്ഞ് കളയുക, അത് നല്ലതല്ല. കാരണം നമ്മുടെ ഈ ശരീരത്തിൽ വുളൂ ചെയ്തിട്ട് ഇരിക്കുന്ന വെള്ളം എന്നത് ഒരു ഇബാദത്തിൻ്റെ ബഖിയ്യത്താണ്. ഒരു ഇബാദത്ത് നിർവഹിച്ചതിൻ്റെ ശേഷിപ്പ് വെള്ളമല്ലേ, അതെന്തിനാ കളയണ്? അതങ്ങനെ കുടഞ്ഞു കളയുക. ഒരു പുണ്യകരമായ കാര്യം ചെയ്തതിൻ്റെ ബാക്കി വെള്ളം അതിനെ കുടഞ്ഞു കളയണേ, അതവിടെ ഇരുന്നോട്ടെ. തൻഷീഫു ബിലാ ഉദിരിൻ 33ാമത്തേത്, കാരണമില്ലാതെ തോർത്തൽ എന്നത് ഒഴിവാക്കേണ്ടതാണ്. കാരണമില്ലെങ്കിൽ തോർത്തണ്ട. പരമാവധി നമ്മളൊക്കെ തോർത്തൽ ഒഴിവാക്കേണ്ടതാണ്. വുളൂ ചെയ്ത വെള്ളം പുണ്യകരമായ ഒരു അമലിൻ്റെ ബാക്കിയല്ലേ ആ വെള്ളം അവിടെ ഇരുന്നോട്ടെ. ശരീരത്തിൽ മുഖത്തും കയ്യിലൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്തിനാ തോർത്തിക്കളയണേ? പിന്നെ അത്രമാത്രം അതിശക്തമായ തണുപ്പ്, അതിശക്തമായ തണുപ്പുള്ള വല്ല സുബഹിക്കൊക്കെ ചിലപ്പോൾ നമുക്കതൊരു പ്രയാസമാവുമോ? എന്നാൽ തുടച്ച് കളയാം. കൊടയലിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണമില്ലെങ്കിൽ കൊടയണ്ട, കാരണമില്ലാതെ തോർത്തണ്ട. മായുത്തുലബു ബഅദൽ വുളൂഇ, അതാണ് അടുത്ത ഗ്രൂപ്പ്. വുളൂഇൻ്റെ ശേഷം നിർദ്ദേശിക്കപ്പെടുന്ന സുന്നത്തുകൾ, വുളൂ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സുന്നത്തുകൾ. 34 അശ്റുബു മിൻ ഫളിലി വളൂഇഹി, അവൻ്റെ വുളൂവിൻ്റെ മിച്ചം വന്ന വെള്ളം, വുളൂഇൻ്റെ മിച്ചം വന്ന വെള്ളം അതിൽ നിന്ന് ഒരല്പം കുടിക്കുക. വുളൂ ചെയ്ത് കഴിഞ്ഞിട്ട് മിച്ചം വരുന്ന വെള്ളമുണ്ടല്ലോ, അതൊരല്പം നമ്മൾ കുടിക്കുക, അത് നല്ലതാണ്. അതാ ഞാൻ പറഞ്ഞത്, ആ വെള്ളം എന്നുള്ളത് ഒരു പുണ്യകരമാണല്ലോ. കാരണം ഒരു ഇബാദത്തിൻ്റെ ശേഷിപ്പാണത്, ബാക്കി വരുന്നതാണ്. റഷു ഇസാരിഹി ബിഹി, വെള്ളം കൊണ്ട് അവനവൻ്റെ അരയ്ക്ക് കീപ്പോട്ട് ധരിക്കുന്ന വസ്ത്രം, അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ധരിക്കുന്ന തുണി, അതൊക്കെ അവിടെ അല്പം വെള്ളം കൊണ്ട് കുടയുക. ഇൻ തവഹമ ഹുസൂല മുഖദ്ദരിൻ ലഹു, ഈ ഇസാറിൽ അഥവാ ആ അരയ്ക്ക് കീപ്പോട്ടുള്ള വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു മുഖദ്ദർ, ഒരു മലിനമുള്ള എന്തെങ്കിലും അവിടെ ആയിട്ടുണ്ട് എന്ന് നമുക്കൊരു ഊഹം വന്നാൽ, ഊഹം ഉള്ള കാര്യം കേട്ടോ പറയണേ, ഉറപ്പുള്ള കാര്യമല്ല പറയണേ, സംശയമുള്ള കാര്യമല്ല പറയണേ. ഒരു ഊഹം, അവിടെ എന്തോ ഒരു മാലിന്യം ഉണ്ടോ. നമ്മളൊരു ഉദാഹരണം പറയാം, ഒരു മൂത്രത്തിൻ്റെ ചെറിയൊരു അംശം അവിടെ ഉണ്ടോ എന്ന് ചെറിയൊരു ഊഹം മാത്രം. ഊഹം എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു തോന്നലാണ്. അതുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഭാഗത്തൊന്ന് കുടയൽ സുന്നത്തുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഊഹത്തിൻ്റെ പ്രശ്നം അങ്ങോട്ട് മാറിപ്പോയിക്കോളും. അള്ളാഹു നമ്മുടെ അമലുകൾ താലീമും എല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ.